ഹായ് ഹലോ ഇന്നൊരു കൊഴുക്കട്ടയാണ് ഉണ്ടാക്കുന്നത്. ഏത്തപ്പഴവും ഗോതമ്പ് പൊടിയും ചേർത്താണ്. 2 പഴുത്ത ഏത്തപ്പഴം ചെറുതായി അരിഞ്ഞു വെച്ചു. ഒരു പാത്രം അടുപ്പത്ത് ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഈ ഏത്തപ്പഴം ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഒരു 5 ഏലക്ക പൊടിച്ചതാണ് ചേർക്കുന്നത്. ഒരു പിടി കാഷ്യൂ നട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ച് അതിലേക്ക് ചേർക്കുന്നുണ്ട്. നാളികേരം തിരികിയത് കൂടി ഇടാം. ഇതെല്ലാം കൂടി ഒന്ന് ഇനി മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റാം. നല്ല മധുരമുള്ള ഒരു കൊഴുക്കട്ടയാണ്. 2-3 ഏത്തപ്പഴം ഉപയോഗിക്കാം. മധുരം അനുസരിച്ച് ശർക്കരയും കുറച്ച് ചേർക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി ഇനി എടുക്കണം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഏത്തപ്പഴക്കൂട്ട് അതിലേക്ക് ഇടാം. ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി അതിലേക്ക് ശർക്കര ഉരുക്കി അരിച്ചു വെച്ചതാണ് അതിലേക്ക് ചേർത്തു. ഇനി നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കാം. അത് ബോൾസ് ആക്കി എടുക്കണം. അതിനുശേഷം ഒരു സ്റ്റീമർ അടുപ്പത്ത് വെച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാം. അതിലേക്ക് ഈ കൊഴുക്കട്ട ഉരുട്ടിയത് വെച്ച് ഓരോ കാഷ്യൂ നട്ട് അതിന് മേളിൽ വെച്ചിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് വേവിക്കാം. ഒരു 20 മിനിറ്റ് വേവിച്ചാൽ മതിയാവും. അങ്ങനെ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. നല്ല മധുരമുള്ള ഒരു കൊഴുക്കട്ടയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു മധുരമുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു കൊഴുക്കട്ടയാണ്. ഗോതമ്പ് പൊടിയും ഏത്തപ്പഴവും നെയ്യും ശർക്കരയും ഒക്കെയാണ് ചേർത്തിരിക്കുന്നത്. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കൊഴുക്കട്ട തന്നെയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കണം. വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും എല്ലാവരോടും താങ്ക്സ്. ഇനി മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം. താങ്ക് യു.